What's up everyone? So welcome back to my YouTube channel. നമ്മൾ ഇന്ന് കാണുന്നത് Honda CB300F ന്റെ ഒരു വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാനപ്പോൾ ഇതിന്റെ ഒരു പ്രോപ്പർ റിവ്യൂ വീഡിയോ അല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണലി ഞാനിത് ഓടിച്ചിട്ട് റൈഡ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ കറന്റ്ലി ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു ഓഫർ ഓൺഗോയിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഓഫറിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. So Honda CB300F വരുന്നതെന്ന് പറഞ്ഞാൽ 300cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. പിന്നെ ഒരു 6-speed ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. 24 bhp ആണ് ഈ വണ്ടിക്കുള്ളത്. ഇതിൽ 25.6 Nm ടോർക്കാണ്. ഒരു 5500 RPM-ലും bhp-യുടെ സംഭവം വരുന്നത് പറഞ്ഞാൽ 7000 സംതിങ്ങിൽ RPM-ലാണ് മാക്സിമം നമുക്ക് ഇതിൻ്റെ ഒരു പവർ കിട്ടുന്നത്. ഫ്രണ്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ലുക്കാണ്. പിന്നെ നേക്കഡ് വണ്ടി ആയതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ ഈ സൈഡിൽ ഈ രണ്ട് സൈഡിലും ഈ കൗൾസ് പോലെയുള്ളത് അത്യാവശ്യം നല്ല രസം തന്നെയാണ് കാണാനായിട്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മീറ്ററാണ് ഇതിൽ വരുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ RPM മീറ്റർ ഉണ്ട്, പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫ്യൂവലുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡോമീറ്റർ കാണാം. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ കൺസപ്ഷൻ്റെ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇവിടെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഹാൻഡിൽ ബാറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം ഒട്ടുമിക്ക ഹോണ്ടാസിൽ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ താഴെയും ഹോൺ മേളിലാണ്. അതിപ്പോൾ സ്ഥിരം ഒരു കോമ്പാക്റ്റായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോർമലി വേറൊരു വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ആദ്യമൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ നേരെ ഇവിടെ കയറിയിട്ടാണ് ഹോൺ അടിക്കുന്നത്. ഇതിപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ പാസ്സുണ്ട്, ഇവിടെ എൻജിൻ ഓഫ് സ്വിച്ച്. പിന്നെ ഇത് ഹസാർഡിൻ്റെയാണ്. ഹസാർഡ് ഇപ്പോൾ അത്യാവശ്യം ഒട്ടുമിക്ക വണ്ടികളിലും ഇപ്പോൾ ഹസാർഡ് ആണ് വരുന്നത്. ഹെഡ്ലൈറ്റ്സിന് പകരം സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് അപ്സൈഡ് ഡൗൺ ഫോക്കാണ് വരുന്നത്. ബാക്കിൽ മോണോഷോക്കാണ്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും 17 ഇഞ്ചിൻ്റെ വീൽ സൈസാണ്. ഫ്രണ്ടിൽ 110 70 17 ബാക്കിൽ 150 60 17 ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ബാക്കിൽ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും LED ആണ് വരുന്നത്. 14.1 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് വണ്ടിയിൽ വരുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടാണ്. വില്ലൻ റൈഡർ വെച്ച് നോക്കുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് വണ്ടി. ഈവൻ ഈ ടയറിൻ്റെ ഇത്രയും വിഡ്ത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും വണ്ടി അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് റോഡിൽ. നമ്മൾ ബാക്കിൽ ഗ്രാബ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രസമാണ് കാണാനായിട്ട്. നല്ല വിഡ്ത്തും ഉണ്ട്, അതേപോലെ പിടിക്കാനാണെങ്കിലും നല്ല രസമാണ്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ല ഭംഗിയിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 2.96 lakhs അതേപോലെ തന്നെ 2.99, അതായത് ഡീലക്സും ഡീലക്സ് പ്രോ എന്ന് പറഞ്ഞിട്ട് 2 മോഡൽസ് ഉണ്ട്. അപ്പോൾ ഈ 2 മോഡൽസിനാണ് ഈ പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട് 64,000 rupees ഡിസ്കൗണ്ട് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എക്സ് ഷോറൂം പ്രൈസിലാണ് ഈ ഡിസ്കൗണ്ട് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഷോറൂം പോകാം. ഈ ഷോറൂം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ടയുടെ ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചി കുണ്ടന്നൂരുള്ളതാണ്. ആ ഷോറൂം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവും ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഓഫർ ഉള്ളതെന്ന് പറഞ്ഞാൽ ടിൽ സ്റ്റോക്ക് ലാസ്റ്റ് ആണ്, അതായത് എപ്പോൾ സ്റ്റോക്ക് തീരുന്നോ അന്ന് ഈ ഓഫർ തീരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചെന്ന് നോക്കുക, ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. വണ്ടി എന്തായാലും അടിപൊളി വണ്ടിയാണ്. ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം സിറ്റി കൂടെ അത്യാവശ്യം നന്നായിട്ട് മാനുവർ ചെയ്യാൻ പറ്റും. കാണുമ്പോൾ ഒരു ഹോർനെറ്റ് 3.0 എന്നൊക്കെ വേണമെങ്കിൽ പറയാം, 300cc ആണ്. ബട്ട് എന്നാൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് അറൗണ്ട് 2.2 lakhs ഒക്കെ അടുത്ത് ഈ വണ്ടി നമുക്ക് കിട്ടും ഈ പ്രൈസിൽ. അതായത് USD 4 മോണോഷോക്കും എല്ലാമായിട്ടുള്ള ഈ ഒരു 300cc ഇങ്ങനത്തെ ഒരു വണ്ടി അത്യാവശ്യം നല്ലൊരു ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഷോറൂമിലൊന്ന് ചെന്ന് നോക്കുക, ഡയറക്റ്റായിട്ട് ചെന്ന് നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അതാണ് നിങ്ങളുടെ ഒരു ചോയ്സാണത്. അപ്പോൾ എന്തായാലും വീണ്ടും ഇതേപോലുള്ള വീഡിയോസ് വേണ്ടി ഇനിയും വരുന്നതാണ്. Till then, this is Thumperman signing off. Bye guys.